ഓക്കെ, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത എങ്ങനെയാണ് ബിനാൻസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ന്യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സൂപ്പർ VPN ഏതെങ്കിലും ഒരു VPN ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് സൂപ്പർ VPN ആണ്. അതിനുശേഷം അത് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്രോമിൽ വരിക. അതിനുശേഷം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ബിനാൻസിൻ്റെ സൈറ്റിൽ പോയിട്ട് അക്കൗണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ അല്ല. ഞാനതിന് പകരം ആപ്പിൽ പോയിട്ട് ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് മാത്രമാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുന്നത് ബിനാൻസ് APK ആൻഡ്രോയിഡിൽ നിന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് വരുന്ന സൈറ്റ് ഒന്നും പോയി ക്ലിക്ക് ചെയ്യരുത്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് binance.com ENGB ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റ് കാണാം. ആ സൈറ്റ് എടുക്കുക, അതിൽ ആപ്പ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുമ്പോൾ നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫയൽ ഡൗൺലോഡായി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ബിനാൻസ് ഇന്ത്യയിൽ ലീഗലല്ല ഇതുവരെ. ഇന്ന് ഡേറ്റ് എത്രയാണ്? ഇന്ന് ഡേറ്റ് നമ്മുടെ 12 ജൂണാണ്. 12 ജൂൺ വരെ 2024 ഈ ദിവസം വരെ ബിനാൻസ് ഇന്ത്യയിൽ ലീഗലല്ല. ഇപ്പോൾ ബിനാൻസ് ഇന്ത്യയിൽ ലീഗൽ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ VPN വെച്ചിട്ട് ബിനാൻസിൻ്റെ സൈറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിനാൻസ് ഇന്ത്യയിൽ ലീഗലല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ്, ലീഗൽ അല്ലാത്തതുകൊണ്ട് അതിന് സ്കാം ആണെന്നല്ല അർത്ഥം. ബിനാൻസ് ഇന്ത്യയിൽ ലീഗൽ അല്ലാത്തത് ബിനാൻസ് ഇന്ത്യയുടെ FIU റെഗുലേഷൻസ് അനുസരിക്കാത്ത കാരണം കൊണ്ടാണ് ബിനാൻസ് ബാൻ ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ മെക്സി, കുക്കോയിൻ അങ്ങനെ ഒരുമിച്ച് കുറച്ച് എക്സ്ചേഞ്ചുകൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുക്കോയിൻ അവരുടെ റെഗുലേഷൻസ് അംഗീകരിച്ചപ്പോൾ കുക്കോയിൻ ഓൾറെഡി നമുക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വെറുതെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ബിനാൻസ് ഡൗൺലോഡ് ചെയ്തു. ബിനാൻസ് എന്ത് ചെയ്തു, നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ബിനാൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ സൈനപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക. സൈനപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബിനാൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് VPNൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, VPN കണക്ട് ചെയ്യാം. ഓക്കെ, എന്തോ ഒരു ആഡ് കയറുന്നു. അപ്പോൾ ബിനാൻസ് എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുന്നു. ഇമെയിൽ ID അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇമെയിൽ IDയിലേക്ക് ഒരു കോഡ് വരുന്നു. ആ കോഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടിച്ചു കൊടുക്കുന്നു. നോക്കാം, കോഡ് വരാൻ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ. ബിനാൻസിൻ്റെ കോഡ് വന്നിരിക്കുന്നു 122.021. ഈ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. റെഫറൽ ID ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്കൊരു റെഫറൽ ID ഉണ്ട്. എൻ്റെ മെയിൻ അക്കൗണ്ടിൻ്റെ ഒരു റെഫറൽ ID ആണ്. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ പോവുകയാണ്. 377 59 56 ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ടിൻ്റെ റെഫറൽ ID. അപ്പോൾ എൻ്റെ ബിനാൻസ് അക്കൗണ്ട് ഏറെക്കുറെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ വരിക. ഇതിന് ശേഷം നിങ്ങളുടെ KYC വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 18 വയസ്സാവാത്തവർക്ക് ചിലപ്പോൾ KYC ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വെരിഫൈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സംഭവം കാണാം. ആ വെരിഫൈ ഐഡൻറ്റിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ ID കാർഡോ അല്ലെങ്കിൽ ലൈസൻസോ പാൻ കാർഡോ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാം. അപ്പോൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് KYC സക്സസ് ആവാം. അതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ ടാപ്സ് ആപ്പിലൊക്കെ ഒരു ID ചോദിക്കുന്നുണ്ട്, ബിനാൻസിൻ്റെ ID. ആ ID എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെ കാണുന്ന ഈ ID ആണ്. ഈ ID ആണ് ബിനാൻസിൽ ടാപ്സ് ആപ്പിൽ അവർ ചോദിക്കുന്നത്. പക്ഷേ ടാപ്സ് ആപ്പിൽ അത് ചോദിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, KYC വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ KYC വെരിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ KYC വെരിഫൈ ചെയ്യാത്തവർ KYC വെരിഫൈ ചെയ്തതിന് ശേഷം ID സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് ടാപ്സ് ആപ്പ് എങ്ങാനും അതാവുകയാണെങ്കിൽ. ഓക്കെ.